ഇടുക്കി അടിമാലി വാളറ കുളമാംകുഴി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തുന്നതായി പരാതി. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറയിലും സമീപ പ്രദേശങ്ങളുമായി കാട്ടാന ചുറ്റിത്തിരിയുന്ന സ്ഥിതിയുമുണ്ട്. കാട്ടാന ജനവാസ മേഖലയെ തുടർന്നാൽ വലിയ നാശം വരുന്ന സ്ഥിതി ഉണ്ടാകുമെന്നുമാണ് പ്രദേശവാസികൾ പറയുന്നത്. അടിമാലി ഗ്രാമപഞ്ചായത്തിന്റെ 23-ാം വാർഡിൽ ഉൾപ്പെടുന്ന വാളറ കുളമാംകുഴി മേഖലയിലാണ് ജനവാസ മേഖലയിൽ ഇറങ്ങിയ ഒറ്റക്കൊമ്പൻ എന്ന വിളിപ്പേരുള്ള കാട്ടാന കൃഷിനാശം വരുത്തുന്നത്. രാത്രികാലങ്ങളിൽ ജനവാസ മേഖലയിലേക്ക് എത്തുന്ന കാട്ടാന കൃഷിദേഹണ്ഡങ്ങൾക്ക് നാശം വരുത്തുന്ന സ്ഥിതിയുണ്ട്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി വാളറയിലും സമീപ മേഖലകളിലുമായി കാട്ടാന ചുറ്റിത്തിരിഞ്ഞുവെന്നും ആന ജനവാസ മേഖലയിൽ തുടർന്നാൽ വലിയ നാശം വരുത്തുന്ന സ്ഥിതിയുണ്ടാകുമെന്നും പ്രദേശവാസികൾ പറയുന്നു. ഒറ്റക്കൊമ്പൻ ഒരു 2 കിലോമീറ്ററോളം ഫെൻസിങ് ഇല്ല. ആ ഫെൻസിങ് കവർ ചെയ്താണ് ആന ഇന്നലെ രാത്രി നുള്ളിമുടി എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരു നുള്ളിമുടി ഉണ്ട് ഇവിടെ, ഞങ്ങളുടെ ആൾക്കാർ ശവടക്കുന്ന സ്ഥലം. അവിടെ മൊട്ടം കിടന്ന് അതിൽ കിടന്ന് സിബിയുടെ വാഴയും നശിപ്പിച്ച് സാങ്കുട്ടർ പറമ്പിൽ ഇറങ്ങിയിട്ട് എൻ്റെ വീടിൻ്റെ തൊട്ടുപുറകിലേക്ക് മാറി നിൽപ്പുണ്ടവിടെ. ഫെൻസിങ് ഉണ്ടായിരുന്നെങ്കിൽ ആന കിടക്കൂല്ലോ, താഴെയുണ്ട് ഫെൻസിങ്. കാട്ടാന ശല്യം പ്രതിരോധിക്കാൻ ഈ മേഖലയിൽ വൈദ്യുതി വേലി സ്ഥാപിച്ചിട്ടുണ്ടെങ്കിലും ചില ഭാഗങ്ങളിൽ കൂടി വൈദ്യുതി വേലിയുടെ പ്രവർത്തനം പൂർണ്ണതോതിൽ കാര്യക്ഷമമാക്കേണ്ടതായി ഉണ്ടെന്നും പരിസരവാസികൾ പറയുന്നു. ഈ പ്രദേശത്തു കൂടിയാണ് പ്രധാനമായും കാട്ടാന ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. വൈദ്യുതി വേലിയുടെ പ്രവർത്തനം പൂർണ്ണതോതിലാക്കണമെന്ന ആവശ്യം നാട്ടുകാർ മുന്നോട്ട് വയ്ക്കുന്നു. കൃഷിയിടങ്ങളിൽ ചക്ക മൂപ്പത്തി വരുന്ന സമയമായതിനാൽ കാട്ടാന ശല്യം രൂക്ഷമാകുമോ എന്ന ആശങ്ക ആളുകൾക്കുണ്ട്. മുൻകാലങ്ങളിൽ വാളറ കുളമാംകുഴി മേഖലകളിൽ ഇറങ്ങിയ കാട്ടാനകൾ വലിയ തോതിൽ നാശം വരുത്തുകയും ജനകീയ പ്രതിഷേധമുയരുകയും ചെയ്തിരുന്നു. ജനവാസ മേഖലയിലേക്ക് എത്തിയ കാട്ടാനയെ തുരത്താൻ വനവകുപ്പ് നടപടി ആരംഭിച്ചതായാണ് വിവരം. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.